അപ്പോൾ ഇറാനുമേൽ അമേരിക്കയും അതുപോലെ തന്നെ സയനിസ്റ്റുകളും കൂടി നടത്തിയ യുദ്ധം ഏതാണ്ടൊരു 4 മാസം ആകാറായി അവസാനിച്ചിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്താണ് അമേരിക്ക ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ? അവർ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ, അമേരിക്ക യുദ്ധം ആരംഭിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇറാൻ്റെ ആണവ പദ്ധതി നിശേഷം ഉപേക്ഷിക്കണമെന്നതായിരുന്നു. രണ്ടാമത് അവരുടെ ലക്ഷ്യമായി അവർ പറഞ്ഞത് ഇറാൻ്റെ ഭരണകൂടത്തെ, നിലവിലുള്ള ഭരണകൂടത്തിനെ തന്നെ മാറ്റിയിട്ട് ഇവരുടെ ഒരു പാവ ഭരണകൂടത്തിന് അവിടുത്തെ കുറച്ച് ജനവിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് രണ്ടും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഈ 2 രാജ്യങ്ങളും ഒറ്റപ്പെടുകയും വലിയ രീതിയിലുള്ള തിരിച്ചടി, സാമ്പത്തികമായും സൈനികമായും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയുമാണ് ചെയ്തത്. ഇറാൻ അമേരിക്ക യുദ്ധം, ബന്ധങ്ങൾ, ഇറാൻ്റെ ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ മാത്രമേ, ഇറാൻ്റെ ഒരു 4000 വർഷത്തെ ഒരു പാരമ്പര്യ പൈതൃക ചരിത്രം പരിശോധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് അവർ അതിജീവിച്ചു വന്നിട്ടുള്ളത്, അവരുടെ സംസ്കാരത്തെ, അവർ വികസിപ്പിച്ചെടുത്ത തത്വശാസ്ത്രത്തെ ഒക്കെ അവരെങ്ങനെയാണ് ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം അതിജീവിച്ചിട്ടുള്ളത് എന്നൊരു ചരിത്രത്തിലൂടെ മാത്രമേ ഒന്നാമതായി അത് മനസ്സിലാവുക. രണ്ടാമതായി, റെജിം ചേഞ്ച് എന്ന പേരിൽ അമേരിക്ക ലോകം മുഴുവൻ, അതായത് 1947-നും 2000-നും ശേഷം 248 രാജ്യങ്ങളിൽ അട്ടിമറികൾ നടത്തുകയും അവിടെയുള്ള മുഴുവൻ ഭരണാധികാരികളെയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അട്ടിമറി നടത്തി അവിടെ ഭീകര ഭരണകൂടങ്ങളെ സ്ഥാപിക്കുകയും ചെയ്ത ചരിത്രമാണ് അമേരിക്കയുള്ളത്. ആ അർത്ഥത്തിൽ ഒരു പടപ്പുറപ്പാടാണ് അമേരിക്ക ഇറാനെതിരെ നടത്തിയ റെജിം ചേഞ്ച് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച്, ഒരു പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പാക്കിയത്. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഇവരുടെ ചെറിയ ചരിത്രം, എന്താണ് ഇറാൻ എന്നുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഇറാനെതിരെ ഉള്ള ഒരു പ്രൊപ്പഗൻഡ, ലോകത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഒരു അധമ രാജ്യമായും ഭീകരത കയറ്റി അയക്കുന്ന രാജ്യമായും ഒരു നിഗൂഢ രാജ്യമായിട്ടൊക്കെയാണ് ഈ വെസ്റ്റേൺ മാധ്യമങ്ങൾ ഇറാനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക മതമൗലിക വാദരാജ്യമായിട്ട്. സത്യത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ട ഒരു സമൂഹം ഇറാനാണ്. അതിന് കാരണം അവരുടെ ഈ മഹാപൈതൃകങ്ങളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദ പരിപാടികളുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇറാൻ്റെ ചരിത്രം 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും 9 കോടി ജനങ്ങളും വസിക്കുന്ന ഈ 4000 കൊല്ലം പൈതൃകമുള്ള ഈ രാഷ്ട്രത്തെ സസാനിയൻ സാമ്രാജ്യം, പിന്നെ തകർന്നതിന് ശേഷം ഇസ്ലാമിക സമൂഹം വരുന്നു, പിന്നെ സഫവി, അത് കഴിഞ്ഞ് പഹൽവി, ബ്രിട്ടീഷ് ആധിപത്യം, റഷ്യ കടന്നാക്രമണം നടത്തി അവിടെ പെർഷ്യൻ സ്റ്റേറ്റ്, സോവിയറ്റ് സ്റ്റേറ്റ് സോഷ്യലിസ്റ്റ് അവിടെ കൊണ്ടുവന്നു, പിന്നെ ബ്രിട്ടൻ വീണ്ടും ആധിപത്യം സ്ഥാപിച്ചു. ഇവിടെയൊക്കെ ഇവരിതിനെ അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അതായത് ഇന്ന് ഈ യുദ്ധം ഒരു ലോകത്തെ തന്നെ നമ്മളെ ഒരു അന്തരാള ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതെ, ഈ ലോകം മുഴുവൻ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു രാജ്യമില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇസ്രായേലും അമേരിക്കയും ലോകത്തെ കീഴടക്കുക? അതെ, അങ്ങനെ ലോകത്തെ കീഴടക്കാൻ ഈ ലോകത്ത് മുഴുവൻ വൻ ശക്തികൾ, പല വൻ ശക്തികളും, ഇന്ത്യയെ പോലെയുള്ള ശക്തികൾ പോലും ഉണ്ടായിട്ടും ഇറാനെ പോലെയുള്ള 9 കോടി മനുഷ്യർ മാത്രം വസിക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് അവരെ ഇന്ന് പ്രതിരോധിച്ച് നിർത്തി പരാജയപ്പെടുത്തി കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം. അത് എന്നിട്ട് യുദ്ധം തുടങ്ങുന്ന സമയത്ത് വാസ്തവത്തിൽ ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. കാരണം മൊത്തത്തിൽ തന്നെ ഇറാൻ ഇതെങ്ങനെ അതിജീവിക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ലോകത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറാൻ പൊതുവിൽ തകർന്ന് തരിപ്പണമാകും എന്ന ഒരു രീതിയിലൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു യുദ്ധത്തിൻ്റെ തുടക്കത്ത് പല ആളുകളും പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷെ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ജനത ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ശക്തമായ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിൻ്റെ 4000 വർഷത്തെ പൈതൃക ചരിത്രത്തിൻ്റെ ഭാഗം. അപ്പോൾ 1959 ഡോക്ടർ മുഹമ്മദ് മുസാദിഖ് അധികാരത്തിൽ വന്നതിന് ശേഷം ബ്രിട്ടൻ്റെ അമേരിക്കയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളെ ഇവർ ആക്രമിക്കുന്നത്? ഓരോ ജനാധിപത്യ ശക്തികൾ അവിടെ വരുമ്പോഴും അവിടെയുള്ള റിസോഴ്സസ് നാഷണലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് 1951 മുസാദിഖ് അധികാരത്തിൽ വന്നതിന് ശേഷം മുസാദിഖിനെ ആദ്യം ചെയ്തത് അവിടുത്തെ, അതായത് ലോകത്ത് തന്നെ അപൂർവ എണ്ണ നിക്ഷേപമുള്ള ഇറാൻ, വെനിസ്വലയും ഇതുപോലെ അനുഭവിച്ച രാജ്യങ്ങൾ, ഇറാനെതിരെ ഇവർ ഈ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മൊസാദിനെ അറസ്റ്റ് ചെയ്ത് അവിടെ അട്ടിമറി നടത്തി. അതിന് അജാക്സ് CI ആണ് അതിൻ്റെ റിപ്പോർട്ട് പോലും തയ്യാറാക്കിയത്.
അതിൻ്റെ അടുത്തത് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും റിപ്പോർട്ട് തയ്യാറാക്കിയത് CIA ആണ്. അങ്ങനെ അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ പെഹൽവി ഭരണകൂടത്തെ പിന്നീട് തുടരാൻ അനുവദിച്ചത്. പക്ഷേ ഈ പെഹൽവി ഭരണകൂടത്തിനെതിരെ അവരവിടെ കൊണ്ടുവന്ന പാശ്ചാത്യവൽക്കരണം, അവിടെ ഇന്ന് വരെയുള്ള ഈ ഇറാനിയൻ സംസ്കാരത്തിൻ്റെയും അതിൻ്റെ ബഹുമുഖ പൈതൃകങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും അതുപോലെയുള്ള എല്ലാ സാംസ്കാരിക മൂല്യങ്ങളെയും തകർത്ത് പടിഞ്ഞാറൻ മൂല്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നത് അവിടെ മൂലധനം വികസിപ്പിക്കുന്ന ഒരു കച്ചവട കേന്ദ്രമാക്കി എല്ലാവിധ ആഭാസങ്ങളും നിറഞ്ഞ ഒരു ആഭാസ സംസ്കാരം കൊണ്ടുവരിക, അങ്ങനെ ആഭാസം കച്ചവടം ചെയ്ത് എന്നുള്ള ഒരു പെഹൽവി ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. അതിനാണ് അവർ ധവള വിപ്ലവം എന്ന് പറഞ്ഞിട്ട്, വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു നയം തന്നെ കൊണ്ടുവന്നു, എന്തും ചെയ്യാവുന്ന രീതിയിൽ. അതിനെതിരെയാണ് അവിടെ വലിയ വിപ്ലവം നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇറാനിയൻ വിപ്ലവം, ഇസ്ലാമിക വിപ്ലവം 1979. ആ വിപ്ലവം അന്ന് പറഞ്ഞ മുദ്രാവാക്യം തന്നെ എല്ലാ ദിനവും ഷൂറ, എല്ലാ മണ്ണും കർബല. അതായത് ഇസ്ലാമിക വിപ്ലവത്തിൽ മറ്റേ മുഹമ്മദ് നബിയുടെ പേരക്കുഞ്ഞിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയിരുന്നത്. എന്ന് മാത്രമല്ല അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ വിലായത്ത് അൽ ഫക്കി എന്ന് പറയുന്ന ന്യായാധിപന്റെ സദ്ഭരണം എന്ന വിലായത്ത് അൽ ഫക്കി, ന്യായാധിപന്റെ സദ്ഭരണം എന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ആ പോരാട്ടത്തെ റെസിസ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചിട്ടും ആ പോരാട്ടത്തെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ പോരാട്ടത്തിൻ്റെ 2026 രൂപമാണ് ഇന്ന് കണ്ടത്, അവിടെ കാണുന്നത്. അതേ പോരാട്ടത്തിൻ്റെ രൂപമാണ്. അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായിട്ട് പോലും ആ കലാപകാരികൾ പോലും ഇന്ന് അമേരിക്കക്കെതിരെ റെസിസ്റ്റ് ചെയ്യണം. ഇതിന് കാരണം അവർ ഇറാൻ ഏത് കാലത്തും ആദ്യകാലത്ത് അമേരിക്കയോടൊപ്പം നിന്നിരുന്നതാണ് ഇറാൻ. അതിന് കാരണം ഈ പെഹൽവി ഈ സ്ഥാപിത ഭരണകൂടങ്ങളായിരുന്നു, രാജകീയ സ്ഥാപിത ഭരണകൂടങ്ങളായിരുന്നു. പക്ഷെ അവിടെ ജനാധിപത്യ ശക്തികളും ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലമായി അതിനൊരു ഇസ്ലാമൈസേഷനായിട്ടല്ല കാണേണ്ടത്. അതിൽ മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു, അതിൽ ഇടതുപക്ഷങ്ങളുണ്ടായിരുന്നു, ജനകീയ മുന്നേറ്റങ്ങളുണ്ടായിരുന്നു, എല്ലാവരും കൂടിയിട്ടുള്ളൊരു വിപ്ലവമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഖൊമൈനി ആ പോരാട്ടം നയിച്ചത്. ആ വിജയത്തെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെച്ച് മുദ്രാവാക്യം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് മാത്രമല്ല, അമേരിക്ക ഈസ് എ സത്താൻ എന്ന് പറയും. മറ്റേ സൗദി അറേബ്യ ആൻഡ് ഇസ്രായേൽ ഇസ് ദ സ്റ്റൂജ് ഓഫ് സാത്താൻ. സാത്താൻ്റെ കിങ്കരന്മാരും വെറും പിടിയാളുകളും മാത്രമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിന് മുന്നേറുന്നത്. പിന്നീട് അവർ വിജയിക്കുന്നത് ഇവരുടെ ശത്രുക്കളായ സുന്നികൾ പോലും ഇവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളും, എല്ലാ വൻകിട രാജ്യങ്ങളും പലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒപ്പം നിൽക്കാതിരിക്കുമ്പോൾ, ഇപ്പൊ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമൊക്കെയാണ് ചില അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അഭിപ്രായങ്ങളൊക്കെ വെറും എന്താ പറയാ, ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ്, ആരും മുന്നിട്ടിറങ്ങിയിട്ടില്ല. ആ സമയത്ത് ഇറാൻ മാത്രമാണ് ഈ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഭീകര കൂട്ടക്കൊലയും കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല്ലുന്നതിന് നിലപാടെടുത്ത ഒരേ ഒരു രാജ്യം. അതിനുവേണ്ടി അവർ വലിയ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഉണ്ടാക്കി. അതിലൊന്നാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. ഹൂത്തികൾ ഷിയാറ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർ പ്രോഫറ്റ് മുഹമ്മദിന്റെ പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് അവർക്കതിനെ നേരിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറാന്റെ ഈ മുന്നേറ്റത്തിനെതിരെയാണ് ഞങ്ങൾ ഒരു ഗോത്രക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൾഫ് കൺട്രീസ് എല്ലാവരും കൂടി ഈ ഒരു അക്കോർഡ് ഇസ്രായേലിനായിട്ട് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സഹോദര രാജ്യമാണ് എന്ന നിലയിൽ എബ്രഹാം അക്കോർഡ്. ഈ എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എബ്രഹാമിന്റെ മക്കളാണ്, പരമ്പരകളാണ്, പേർഷ്യൻസ് വേറെയാണ്. ഇപ്പൊ നമ്മള് ഗൾഫിലൊക്കെ പണ്ട് ആളുകൾ പറഞ്ഞിരുന്നത് പേർഷ്യക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താക്കി, ഗൾഫിലേക്ക് പോകില്ല, പേർഷ്യനും വിട്ടു, അറബും വിട്ടു, ഗൾഫിലേക്കാക്കി. സത്യത്തിൽ നമ്മൾ പോകുന്നത് പേർഷ്യൻ ഗൾഫിലേക്കാണ്, അറബ് ഗൾഫിലേക്കല്ല. പക്ഷെ നമുക്ക് അറബ് ഗൾഫ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രശ്നമാവും. അപ്പോൾ ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലും ഖത്തറിലും ബാക്കിയുള്ള സ്ഥലത്തും പ്രശ്നമാവും. അപ്പൊ നമ്മൾ മലയാളികൾ വളരെ വിദഗ്ധരാണ് ഗൾഫ് എന്നാക്കി മാറ്റിയത്. അപ്പൊ സത്യത്തിൽ ഇത് പേർഷ്യൻ ഗൾഫാണ്. ഈ പേർഷ്യൻ സംസ്കാരവും അറബ് സംസ്കാരവും തമ്മിലുള്ള എത്നിക് വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഈ സ്റ്റൂജ് ഓഫ് സാത്താൻ എന്ന് ഇവരെ വിളിക്കാൻ തന്നെ കാരണം അമേരിക്കയ്ക്ക് വിടുപണി ചെയ്ത്, അതായത് 1970 രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് 1974. ഒന്ന്, ഈ സൗദി അറേബ്യയുടെ മുഴുവൻ അക്കാലത്ത് കണ്ടെത്തിയ പുതിയ എണ്ണ സാധ്യതകളെ ഉപയോഗിച്ച് അമേരിക്ക നേരിടുന്ന ഭയാനകമായ സാമ്പത്തിക പ്രശ്നത്തെ സൗദി എണ്ണ
ഡോളറിൽ വിൽക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ആയുധം സപ്ലൈ ചെയ്യുകയും ചെയ്യാമെന്നാണ്. ഈ ആയുധം എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള ആയുധമാണെന്ന് എല്ലാവർക്കും അറിയാം. ഷിയേറ്റ്സിനുള്ള ആയുധമാണ്. ആ 1971 ആ എഗ്രിമെൻ്റാണ് ഇന്ന് പെട്രോ ഡോളർ എന്നറിയപ്പെടുന്ന ഒരു സാമ്പത്തിക തലത്തിലേക്ക് ലോകം മുഴുവൻ വളർന്നതും തകർന്നടിഞ്ഞ സാമ്പത്തിക മാന്ദ്യം നേരിട്ട അമേരിക്ക പൂർവാധികം ശക്തമായി വന്നതും. സൗദി അറേബ്യ തുടങ്ങിയതോടുകൂടി മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഈ പെട്രോൾ ഓർഡറിലേക്ക് മാറപ്പെട്ടു. ഇതാണ് 74 ഉണ്ടായ ഒരു വലിയ സാമ്പത്തിക മാറ്റം ലോകത്ത്. അതേസമയം നമ്മൾ ഇന്ന് പറയുന്ന നമ്മൾ ഇന്ന് ചൈന സഹായിക്കും എന്നൊക്കെ പറയുമ്പോഴും 1978 മറ്റൊരു സംഭവം നടന്നത്, ചൈന സോഷ്യലിസ്റ്റ് പക്ഷത്ത് നിന്ന് അവരെ വഞ്ചിച്ച്, അതായത് റഷ്യയെയും സോഷ്യലിസ്റ്റ് പക്ഷങ്ങളെയും വഞ്ചിച്ച് ഒരു കീഴാള രാഷ്ട്രീയമൊക്കെ ലോകത്ത് അന്ന് വികസിച്ചു വരികയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഭാഗത്ത്. അവരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ചൈന ഇന്ന് പറയുന്ന 21 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി മുഴുവൻ അവരുടെ സാമ്പത്തിക വാതിലുകളും തുറന്നു കൊടുത്താണ്. അതായത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അമേരിക്ക. ഇന്ന് കാണുന്ന ചൈന അമേരിക്കൻ പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സംഘർഷങ്ങൾ ഉണ്ടായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ ചൈന പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വരാത്തത്. ഇതാണ് ആ 78 പിന്നീട് 79 മറ്റൊരു വഞ്ചനയായിരുന്നു ഈജിപ്തിൻ്റെ ഇതേ നിലപാട്. ഈജിപ്റ്റ് അതുവരെ അറബുമായി ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്ന ഈജിപ്റ്റ് ഒരു അക്കോർഡിലൂടെ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പക്ഷത്തേക്ക് മാറുകയാണ് ചെയ്തത്. ഇസ്രായേൽ കൊടും വഞ്ചന ലോകത്തിനോട് ചെയ്ത 2 രാജ്യങ്ങളാണ്. അപ്പോൾ ഈ 74 ഈ പെട്രോൾ ഡോളറോട് കൂടിയിട്ട് ഈ ഇറാനെതിരെയുള്ള മുന്നേറ്റങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രഥമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോഴും ഈ യുദ്ധ ചർച്ചകളും മുന്നോട്ട് പോകുമ്പോൾ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കാതെ വീണ്ടും ഏതെങ്കിലും മാർഗങ്ങൾ ഇറാനെ തകർക്കാനുണ്ടോ എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്ക പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ ലോകം തന്നെ പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു നേട്ടം ഇറാനി നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകം ഹോർമൂസ് കടലിടുക്ക് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ജിയോഗ്രാഫിക്കലി അത് ശരിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഹോർമൂസ് കടലിടുക്ക് പോലും വേണ്ട വിധം സ്ട്രാറ്റജിക്കലായി ഉപയോഗിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്ന ഒരു പൈതൃക ചരിത്രമുണ്ട്. അതെ, അത് അവിടുത്തെ ജനങ്ങളുടെ തീർച്ചയായിട്ടും ഇച്ഛാശക്തിയാണ്. അതെ, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോസ് ഒരു മിലിറ്ററി സ്ട്രാറ്റജിക്കൽ പോയിന്റാണ്, ജിയോളജിക്കൽ പ്രശ്നമാണ്, ഫിനാൻസ് പ്രശ്നമാണ്. ഇതെല്ലാം അവരെ സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി സഹായിച്ചിട്ടുണ്ടെങ്കിലും ആ സംഗതിയെ പ്രായോഗികമായി ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിന് ഹോർമോസ് ഒന്നും പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെന്നല്ല നമ്മൾ ധരിച്ചിരുന്നത്. ഹോർമോസിന് തൊട്ട് മുമ്പ് നമ്മൾ വിചാരിച്ചത് ഇപ്പം തകർത്ത് ഹോർമോസ് ഒന്നും ഒരു വിഷയമല്ല എന്നാണ്. പക്ഷെ അതിനെ അവരെ പ്രാപ്തമാക്കിയത് ആ രാജ്യത്തിൻ്റെ വലിയ ഒരു പൈതൃകമാണ്. അതിശക്തമായ പോരാട്ടവീര്യവും പൈതൃകവും അവരുടെ സംസ്കാരത്തെ അവർ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഭീകര രാജ്യമാണെന്ന് അവർ പറയുന്നത്. അവരുടെ റെസിസ്റ്റൻസ് ഫോഴ്സിനോടുള്ള ഭയം മൂലമാണ്. അതിനെ തകർക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്. ഹോർമൂസ് ഒരു വലിയ പ്രധാന ഘടകമാണെങ്കിലും. അതെ, ഈ അമേരിക്ക ലോകത്ത് നടത്തിയ നിരവധി അതിക്രമങ്ങളെക്കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് അമേരിക്ക ഏറ്റവും ആദ്യം പഠിച്ച പാഠം അല്ലെങ്കിൽ അമേരിക്ക പഠിപ്പിച്ച പാഠം വിയറ്റ്നാംകാരാണ്. ഏറ്റവും ഗംഭീരമായ രീതിയിൽ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിച്ചത് അവരാണ്. ഇപ്പോൾ അവസാനത്തെ പാഠം ഇറാൻ്റെ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ജനതയുടെ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇച്ഛാശക്തി, ഒരു സംസ്കാരം, ഇച്ഛാശക്തി, ഒരു പൈതൃകം തുടങ്ങിയുള്ള ഘടകങ്ങൾ ഇത്രയും വലിയ സാമ്രാജ്യത്വ ശക്തികൾ വരെ നേരിടാൻ കഴിയുന്ന രീതിയിൽ ശക്തി ആർജിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി മാറും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണല്ലോ. അല്ലെങ്കിൽ വിയറ്റ്നാമിനെയോ അല്ലെങ്കിൽ ഇറാനെയോ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഇത്രയും വലിയൊരു സാമ്രാജ്യത്വ ശക്തിക്ക്, സൈനിക ശക്തിക്ക് എങ്ങനെയാണ് അവരുടെ മുന്നിൽ കീഴടങ്ങാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നൊരു കാര്യം. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ള പല ഘടകങ്ങളും ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AJ ഫിലിപ്പ്, നമ്മുടെ മാധ്യമത്തിലെ സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറഞ്ഞൊരു കോളം എഴുതുന്ന AJ ഫിലിപ്പ് ഇത് സംബന്ധിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി. വിയറ്റ്നാമീസ് കാറും അമേരിക്ക പഠിക്കേണ്ട പാഠവും. അതിലാണ് അദ്ദേഹം ഈ വിയറ്റ്നാമിൻ്റെയും ഇറാൻ്റെയും കാര്യം ഉദാഹരണമായിട്ട് പറയുന്നത്. അതെനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിലെ ആ ലേഖനം അവസാനിപ്പിക്കുന്നതിൽ പറയുന്നൊരു കാര്യം വളരെ രസകരമാണ്. രാജ്യങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്, യുദ്ധത്തിലൂടെയല്ല.
സൈനിക ശക്തിക്ക് ഒരു ജനതയുടെ വീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയുടെ പരാജയങ്ങൾ തെളിയിക്കുന്നു. യഥാർത്ഥ ശക്തി ബോംബെറിയുന്നതിലല്ല മറിച്ച് കെട്ടിപ്പടുക്കുന്നതിലാണ്. യഥാർത്ഥ ശക്തി ബോംബെറിയുന്നതിലല്ല മറിച്ച് കെട്ടിപ്പടുക്കുന്നതിലാണെന്ന് വിയറ്റ്നാമും ഇറാനും മനസ്സിലാക്കിയ പാഠം ലോകത്തെ മഹാശക്തിയും പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ്. അത് വളരെ ശരിയാണ്. ഹിസ്റ്റോറിക്കലി പ്രത്യേകിച്ചും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇവർ ചെയ്ത അട്ടിമറികളിൽ ഏതാണ്? ഇപ്പം ചിലിയിൽ സാൽവദോർ ആലനെ അവിടുത്തെ കോപ്പർ നാഷണലൈസ് ചെയ്തു. അതിന്റെ ഭാഗമാണ് സാൽവദോർ ആലനെ അട്ടിമറിക്കുന്നതും അവിടെ അഗസ്ത പിനോഷെ. അതൊരു ഭീകരനായിരുന്നു. പക്ഷെ ചിലിയുടെ അവസ്ഥ എന്തായി? അതിദരിദ്രമായ രാജ്യം. ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഇക്കണോമിസ്റ്റുകൾ തന്നെ, ഈ സ്യൂഡോ എക്കണോമിസ്റ്റുകൾ പറയണത് എന്താ? അവർ എക്കണോമി ഈസ് വാർ എക്കണോമി. ഞങ്ങളുടെ ഇക്കോണമി എന്ന് പറയുന്നത് യുദ്ധമാണ് എക്കോണമി. അവിടെ ഞങ്ങൾ ആയുധം വിൽക്കുക, യുദ്ധങ്ങൾ ഉണ്ടാക്കുക, പുനർനിർമ്മിക്കുക, അവിടെയെല്ലാം പരീക്ഷണങ്ങൾ നടത്തുക. ഇപ്പോൾ വിയറ്റ്നാമിൽ ഒരു അമേരിക്കയുടെ ബോട്ട് ഒരു വെസൽ മുക്കിയത് ഇറാനാണെന്ന് കള്ളപ്രചരണത്തിലൂടെയാണ് ഇവരുണ്ടാക്കിയത്. അതായത് ആദ്യം ഉപരോധം, പിന്നെ പ്രൊപ്പഗൻഡ, പിന്നെ പിടിച്ചെടുക്കൽ. ഇതാണ് ഇവരുടെ ഒരു ശൈലി. അതുപോലെ തന്നെ കോങ്കോയിൽ പാട്രിക് ലുമുംബെ അട്ടിമറിച്ചത് എങ്ങനെയാണ്? അവിടെ കൊണ്ടുവന്നത് മബൂട്ടു. ഈ മബൂട്ടു ആരാണ്? മെബൂട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഭീകരൻ മാത്രമല്ല, ഒരു അന്ധവിശ്വാസിയാണ്. ഈ പാട്രിക് ലുമുംബെ കൊന്നതിന് ശേഷം അയാൾ പുനർജനിക്കുമെന്ന് വിചാരിച്ചിട്ട് അയാൾ ആസിഡിലും ഒഴുക്കുകയും ഉരുക്കിക്കളയും കുറേയൊക്കെ വെട്ടി പല സ്ഥലത്ത് ഇടുകയും ചെയ്തതാണ്. അത്രയും ക്രൂരനായ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവർ പറയും ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന്. ഇവർ ഈ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനം അതിലിടയ്ക്ക് നിക്കാരോഗയില് സിറിയയില്, ഇനി ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലും ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ അക്കാലത്തെ പല സ്ട്രാറ്റജിക് ആളുകളും ചിന്തിക്കുന്നത് അവർ ഇന്ദിരാഗാന്ധിയെ വകവരുത്തുമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഒന്ന് റഷ്യയായിട്ടുള്ളത് CIA-യുടെ ഒരു അവരവിടെ പ്രവർത്തിക്കുന്നത് തന്നെ അതാണ്. വാഷിങ്ടൺ DC-യിലൊക്കെ നടന്നു പോകുമ്പോൾ അതിൻ്റെ അടിയിൽ CIA ഓഫീസ് ഉണ്ടാവുമെന്നാണ് പൊതുവെ അവിടെ പറയുക. അതായത് റഷ്യ ആയിട്ടുള്ള നമ്മുടെ ബന്ധം, നാഷണലൈസേഷൻ, ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് നിലപാടുകൾ, നാഷണലൈസേഷൻ, അതുപോലെ വളരെ സമഗ്രമായിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ, ഇൻ്റലിജൻസ് റിലേഷൻസ് KGB ഒക്കെ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ. അതുകൊണ്ട് തീർച്ചയായും അവർ ഇന്ദിരാഗാന്ധിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. അതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇന്ദിരാഗാന്ധി പിന്നീട് റെയ്ഗനെ കാണുന്നത് നമ്മൾ. ഇന്ദിരാഗാന്ധി തൊട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ദിരാഗാന്ധി പെട്ടെന്ന് റെയ്ഗനെ കാണുന്നു എന്നുള്ളതാണ്. അതൊക്കെ ആയിരിക്കാം CIA ആ പദ്ധതി തന്നെ മാറ്റിവെച്ചത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഇവർ മടിക്കാറില്ല. പക്ഷേ ഇവർ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഇവർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥലം ഒന്നുകിൽ ആ രാജ്യം നശിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാഖില് ആ രാജ്യം നശിപ്പിക്കും. ഇപ്പം എന്താണ്? ഇറാഖിലെ ഏറ്റവും അതിശക്തമായ ഷിയ മലീഷ്യയാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഭീഷണി. ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാനിന്റെ പ്രോക്സികളാണ് അവർ. അതിശക്തമായ അപൂർവമായ മിലിറ്ററിയാണ് അവരുടെ. ആ ശക്തമായ ടീം മുഴുവൻ ഇവർക്കെതിരെ തിരിയാണ്. ലോകം മുഴുവൻ ഇവർക്കെതിരെ തിരിയുന്ന ഒരു പൊളിറ്റിക്സിലേക്ക് പോകുന്നതിന് കാരണം ഒരു പരിധിവരെ സയനിസ്റ്റുകളാണ്. അമേരിക്കയ്ക്ക് ഒരു പാരമ്പര്യമില്ലാത്ത രാജ്യമാണ്, ഒരു പൈതൃകമില്ലാത്ത രാജ്യം. ഇറ്റ്സ് എൻ അൺസിവിലൈസ്ഡ്, നമുക്ക് അങ്ങനെ തന്നെ കൊട്ടേഷനിൽ പറ്റും. ഇറ്റ്സ് എൻ അൺസിവിലൈസ്ഡ് കൺട്രി, ഒരു ഒക്കുപ്പൈഡ് ലാൻഡാണ്. അവർക്ക് യാതൊരു സംസ്കാരവും ഇല്ല. പക്ഷെ അവർ കളിക്കാൻ പോകുന്നത് ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഒരു രാജ്യമായിട്ടാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരവിടെ ചിന്തിക്കുന്നത് അവിടുത്തെ കോർപ്പറേറ്റുകളുടെ മാത്രം താല്പര്യങ്ങളാണ്, അമേരിക്കൻ താല്പര്യമല്ല. പക്ഷേ ഈ അർത്ഥത്തിൽ കോർപ്പറേറ്റുകളെ ഇതൊന്നും ബാധിക്കുന്നുമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ യുദ്ധത്തിനൊക്കെ സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന കോർപ്പറേറ്റുകളെ ഇത് ബാധിക്കുന്നില്ല. ബാധിക്കുന്നത് അമേരിക്കൻ ജനതയാണ്, അമേരിക്കൻ സാധാരണ മനുഷ്യരെയാണ്, അമേരിക്കൻ ഒരുപക്ഷെ ഭരണകൂടങ്ങളെയൊക്കെയാണ് എന്നുള്ളതാണ്. അതെ, വലിയ നാശനഷ്ടങ്ങളാണല്ലോ. അതായത് ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് ട്രില്യൺ ഡോളർ വരുന്ന രീതിയിലുള്ള നഷ്ടം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്ക് ഉണ്ടായി എന്നുള്ളതാണ് കണക്ക്. അനൗപചാരികമായ കണക്കുകൾ. വലിയ നഷ്ടം അത് അവർക്ക് മാത്രമല്ല, ലോകവ്യാപകമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക ശരിക്കും എണ്ണവില വർധനവിലൂടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ആഗോള വ്യാപകമായിട്ട് തന്നെ ഉണ്ടാവുകയും നാറ്റോ സഖ്യം അമേരിക്കക്കെതിരെ തിരിയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണല്ലോ, ഈ എണ്ണയുടെ സംബന്ധിച്ചുള്ള വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ യുദ്ധങ്ങളും ഈ രീതിയിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യരെ കൊല ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ആ രീതിയിലെല്ലാം തന്നെ ഈ യുദ്ധങ്ങൾ ദോഷകരമായ കാര്യമാണെന്നുള്ളത് മാനവരാശി അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ നിരവധിയായ യുദ്ധങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർ ഓൺ ടെറർ എന്നുള്ള പേരിൽ തന്നെ അമേരിക്ക കാട്ടിക്കൂട്ടിയ അഭ്യാസങ്ങൾ നമുക്കറിയാം. അതിനുശേഷം
ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കുന്ന അതിക്രമങ്ങളാണ് ലോകത്തെ ഏറ്റവും ഭീകരമായ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവുമായ ഭീകരമായ വംശീയ ഉന്മൂലന പ്രക്രിയയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പലസ്തീനായി കഴിഞ്ഞാലും ലബനാനിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണിയായ ഒരു പ്രത്യേക ശാസ്ത്രം തന്നെയാണ് സയനിസം. ഐക്യരാഷ്ട്രസഭ പോലും വെറും നോക്കുകൂത്തിയായിട്ട് മാറുകയാണ്. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തടയുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയെ നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇവർ അമേരിക്കയുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും രാഷ്ട്രസഭയൊക്കെ ഓൾറെഡി ഡിസോൾവ് ആണ്. അപ്പോൾ അത് അമേരിക്ക പലപ്പോഴും ഇസ്രായേലിൻ്റെ ഈ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രാജ്യമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ കൊണ്ട് ലോകത്തുണ്ടാക്കുന്ന അതിക്രമങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇത് ഇസ്രായേലിനെ ലോക സമ്പദ്ഘടനയെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് പെട്രോൾ ഡോളർ തന്നെയാണ് വലിയ അർത്ഥത്തിൽ. അപ്പോൾ ഇസ്രായേലിനെ അവിടുത്തെ ഒരു പെട്രോളിയം ഓപ്പറേഷണൽ വാൾവായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പെട്രോ കെമിക്കൽ ഓപ്പറേഷണൽ വാൾവാണ് അത്. അതിനു വേണ്ടിയാണ് ഈ സാധനത്തിനെ അവിടെ കൊണ്ടു നിർത്തിയതും. മുസ്ലിം സമൂഹത്തിനെതിരെ തന്നെ, അങ്ങനെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതാണ്, മുസ്ലിം സമൂഹത്തിനെതിരെ ഒരു ഭീഷണി എന്നുള്ള നിലയിൽ ഒരു ഗുണ്ടയെ കൊണ്ട് നിർത്തുക, എന്നിട്ട് ആ പ്രദേശം മുഴുവൻ സയനിസ്റ്റ് രൂപത്തിലേക്ക്. സത്യത്തിൽ സയനിസത്തിൽ ജൂതന്മാരല്ല സയനിസം ഉണ്ടാക്കിയുള്ളത്. സയനിസ്റ്റ് ഉണ്ടാക്കി ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ് ശരിക്കും ഈ ജൂത സയനിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഇസ്രായേലില് അവിടെ ഈ പുറത്തു നിന്നുള്ള ജൂതന്മാരെ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി, വിളിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി, അവിടെ റിസൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം നടത്തുന്നത് ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോലും വ്യാജ ഖുറാൻ ഇറക്കിയിട്ട് അവിടെയുള്ള ആളുകൾക്ക്, തെറ്റായ കുട്ടികൾക്കും യുവാക്കൾക്കും തെറ്റായ ഖുറാനി ക്ലാസ് എടുത്തിട്ട് ഖുറാനിൽ ഇല്ലാത്ത തീവ്രതകൾ അതിൽ അത്യാവശ്യം ആഡ് ചെയ്തിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നതെല്ലാം ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ ഈ വാൾവാക്കി അവർ നിർത്തുന്നത് തന്നെ ഈ മൂലധന ശക്തി, ഈ പെട്രോൾ ഡോളർ മൂലധനത്തിൻ്റെ ഒരു ശക്തിയാവുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ സുദേശ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാറ്റോ കക്ഷികൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് 1823 ജെയിംസ് മൺറോ കൊണ്ടുവന്നൊരു മൺറോ ഡോക്ട്രൈൻ ഉണ്ട്. ഈ മൺറോ ഡോക്ട്രൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടേതാണ് ലാറ്റിൻ അമേരിക്ക മുഴുവൻ. അമേരിക്കയുടെ കിച്ചൺ ഗാർഡനാണ്. അവർക്ക് ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വെണ്ടയ്ക്കയും ഒക്കെ പച്ചക്കറിയൊക്കെ പൊട്ടിക്കാനുള്ള ഒരു കിച്ചൺ ഗാർഡൻ മാത്രമാണ്. ആ റിസോഴ്സസ് മുഴുവൻ സത്യത്തിൽ മുതലാളിത്തത്തിൻ്റെ ചരിത്രം എടുത്താൽ അമേരിക്കൻ ഇക്കോണമിയുടെ വലിയൊരു ഒരു ശക്തി കേന്ദ്രമായത് ലാറ്റിൻ അമേരിക്കൻ കോപ്പറും അവിടെയുള്ള നിക്ഷേപങ്ങളും ഖനന വസ്തുക്കളുമാണ്. അപ്പോൾ വലിയ രീതിയിൽ ധാതുസമ്പത്തുള്ള രാജ്യമാണ്. അത് കൊള്ള ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് ഇനിയും കൊള്ള ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നുള്ളതാണ്. അന്ന് മുതലേ ഈ നാറ്റോ യൂറോപ്യൻ ശക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് യൂറോപ്യൻ ശക്തികൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. മുഴുവൻ ഞങ്ങളുടേതാണ്. അതിൻ്റെ മറ്റൊന്നാണ് ഇപ്പോൾ കൊണ്ടുവന്ന ഡോൺറോ ഡോക്ട്രൈൻ. മൺറോ ഡോക്ട്രൈനിൻ്റെ മറ്റൊരു വകഭേദമായിട്ട് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡോൺറോ ഡോക്ട്രൈൻ. അതായത് ഗ്ലോബൽ സിനാരിയോയിൽ ദേ ആർ ഡിസ്റ്റൈൻഡ് ടു കൺട്രോൾ ദി വേൾഡ്. ഇതുവരെ ലാറ്റിൻ അമേരിക്ക ആണെങ്കിൽ ഇനി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കേണ്ടത് ഞങ്ങളാണ്. അതിനെ പറഞ്ഞ MAGA എന്നയാൾ പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു സംഭവം ഈ എത്നിക് ഇഷ്യൂസിലെയാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്നത്. അതായത് കസ്റ്റോഡിയൻ ഓഫ് ദ 2 ഹോളി മോസ്ക് ആണ് ആര്? ഈ UAE എല്ലാ രാജാക്കന്മാരും. അവര് പരമ്പരാഗത രാജാക്കന്മാരാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരിക്കലും രാജഭരണം പോലെ മക്കൾക്കും അച്ഛനും കൊച്ചുമക്കൾക്കും രാജ്യം വിഭജിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇറാൻ പറയുന്നത് ഈ UAE എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു അധികാരവും ഈ 2 ഹോളി മോസ്ക് കയ്യിലാക്കാനില്ല. അതുകൊണ്ട് അവിടേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇറാൻ ഹജ്ജാജികൾ ഹജ്ജ് സമയത്ത് ഇറാനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അവിടുന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വലിയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവർ സൗദി അറേബ്യയുടെ ഭീഷണി എന്താണെന്നുണ്ടെങ്കിൽ ഈ സുന്നി സമൂഹത്തെ മുഴുവൻ കൈയടക്കുമ്പോൾ ഇറാൻ കൈയടക്കുന്നതിന് കാരണം ഇറാന്റെ നീതിപൂർവമായ ഒരു സമീപനമാണ്. ഈ നീതി ഇവർക്കില്ല. ഈ നീതി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ സ്വയം അവരുടെ രാജഭരണത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഭയക്കുന്നത്. അതുകൊണ്ട് രാജഭരണത്തിൻ്റെ എക്സിസ്റ്റൻസ് നിലനിൽക്കാനാണ് ഈ ഡോൺറോ ഡോക്ട്രൈനെ, ട്രംപിന്റെ ഡോൺറോ ഡോക്ട്രൈനെ മുഴുവൻ പിന്തുണയും സൗദി അറേബ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നോക്കാം, ഇതേ കാലഘട്ടത്തിലാണ് കേട്ടോ, ഈ സമയത്ത് തന്നെയാണ് 78-ലാണ് 79-ലാണ്
അഫ്ഗാനിസ്ഥാനിലേക്ക് റഷ്യ മാറുന്നതും അവിടെ മുജാഹിദീൻ മുന്നേറ്റം ഉണ്ടാവുന്നതും. എന്തായി ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി? അമേരിക്ക കൈയൊഴിഞ്ഞു പോയി. താലിബാൻ അവിടെ ഭരിക്കുന്നു. താലിബാൻ അമേരിക്കയുടെ മുഖ്യശത്രുവായിരുന്നു. പക്ഷെ അത് അമേരിക്ക കൈയൊഴിഞ്ഞു പോയി. അപ്പോൾ ഈ അവസ്ഥ തന്നെയാണ് ഇറാനും നേരിടാൻ പോകുന്നത്. അമേരിക്ക വലിയ പരാജയത്തിലേക്ക് ഇത് കടന്നു പോകും, രാജ്യം വലിയ പരാജയത്തിലേക്ക് കടന്നു പോകും. പക്ഷെ അതിൽ നിന്ന് ഈ കോർപ്പറേറ്റുകൾ എന്തെല്ലാം മുതലെടുപ്പുകൾ, ഇത് അവർക്ക് എന്തെല്ലാം ഇതിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇനി വരാൻ പോകുന്ന പഠിക്കേണ്ട വിഷയമാണ്. അമേരിക്ക ഇങ്ങനെ ഗ്രേറ്റ് ആക്കാൻ ഇയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ 250-ാം വാർഷികം അവർ ആഘോഷിക്കാൻ പോകുന്നു. ജൂലൈ 4 അപ്പോൾ ആ സമയത്ത് ഈ അവിടുത്തെ സ്റ്റേറ്റുകൾ അതിൽ പങ്കെടുക്കാൻ തയ്യാറല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം എങ്ങനെ പങ്കെടുക്കും? ഇത്രയും വലിയ ഒരു ദുരന്തം, ഇത്രയും വലിയ ഒരു നാണക്കേട് സൃഷ്ടിച്ച ഇത് എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന രീതിയിലാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം നാട്ടുകാർക്കും ലോകത്തിന് മുഴുവനും വെറുക്കപ്പെട്ട ഒരാളായിട്ട് മാറി എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രാവശ്യം അദ്ദേഹം വന്ന് വീണ്ടും അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്ത് ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു. അമേരിക്ക എങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തിന് ഈ ഇങ്ങനെ പുറത്താക്കപ്പെട്ട, വളരെ ദയനീയമായി നാണം കെട്ട് പുറത്താക്കപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു. അത് പുറത്താക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവിടുന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കി കാണാനല്ല. അങ്ങനെ ഒരു മനുഷ്യൻ വീണ്ടും അമേരിക്കക്കാർ തെരഞ്ഞെടുത്ത് വീണ്ടും ഭരണാധികാരത്തിൽ വരികയും ഇപ്പോൾ ലോക പോലീസ് കളിയിൽ പരാജയപ്പെട്ടു, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകരാറിലായി, എല്ലാ രീതിയിലും ഒരു നാണം കെട്ട ഭരണാധികാരിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അമേരിക്ക നടത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലോകവ്യാപകമായിട്ടുണ്ടായ ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി, എണ്ണയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു തരത്തിൽ നമ്മളെ ബാധിക്കുന്നു പറഞ്ഞാൽ, ഇത്തരം ഇപ്പോൾ എണ്ണയുടെ വില വർധനവ് ഒരു പ്രധാനപ്പെട്ടതാണ്. എണ്ണയുടെ വില വർധനവ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില വർധനവ്, ഇത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ തുടങ്ങി കച്ചവടക്കാർ എല്ലാവരും വ്യാപകമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇത് നമ്മുടേതുപോലെയുള്ള ഭരണാധികാരികൾ ഇത് വേറെ തരത്തിൽ ഈ ജനദ്രോഹകരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു സമയത്ത് എണ്ണവില, ബാരലിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഇത് യുദ്ധം തീരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോക സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെ ഫലമായിട്ട് എണ്ണവില കുറയുമ്പോൾ ഇത് കുറച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിലെ ഒരു ഭരണാധികാരികളും നാളെ ഇതുവരെ സ്വീകരിക്കാത്തൊരു കാര്യമായിട്ട് വരുന്നത്. ഇത് അപ്പം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും വേറെ എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അത് രാജ്യത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മുടേതുപോലെയുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ വേറൊരു ദുരന്തം. എണ്ണ കുത്തക, ഇന്ത്യയുടെ എണ്ണ കുത്തക സ്വകാര്യവൽക്കരിക്കപ്പെട്ടതോടുകൂടി, അതായത് ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ, വിദ്യാഭ്യാസം, എണ്ണ, ആരോഗ്യം, ഈ ഊർജം, ആരോഗ്യ മേഖലകളെല്ലാം സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്ത് സ്റ്റേറ്റാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരിക്കാൻ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് എണ്ണ ഏകദേശം പൂർണ്ണമായും വില നിശ്ചയിക്കാൻ ഈ എണ്ണ കമ്പനികൾക്ക്, കുത്തക എണ്ണ കമ്പനി, റിലയൻസ് ഉൾപ്പെടെയുള്ള എണ്ണ കമ്പനികൾക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എണ്ണ വില വർധന. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ എണ്ണ വരാൻ താമസമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ വർധനയൊന്നും ഇവിടെ യാതൊരു ആവശ്യമില്ല. അതെ, ഉപയോഗിക്കാൻ ക്രമീകരിക്കാം, റേഷനായിട്ട് കൊടുക്കാം, പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊന്നും ഉപയോഗിക്കാതെ എണ്ണ വില വർധന നേരിട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് കരിഞ്ചന്ത ഉണ്ടാക്കുക എന്നുള്ള, പച്ചയ്ക്ക് പറഞ്ഞാൽ അത് കരിഞ്ചന്തയാണ്, എണ്ണ കരിഞ്ചന്ത വിൽപ്പന എന്നുള്ളതാണ്. പക്ഷേ അതിന് നമുക്ക് കൃത്യമായ ഒരു എണ്ണ നയമല്ല. പിന്നെയുള്ള ഒരു പ്രധാന കാര്യം, ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ സയനിസ്റ്റിന്റെ മറ്റൊരു ഇന്ത്യൻ രൂപമാണ്. അതുകൊണ്ട് ഇസ്രായേൽ പക്ഷപാതിത്വം, വളരെ തുറന്ന പക്ഷപാതിത്വമുണ്ട്. ഇപ്പം എന്തിനാ പറയണത്, നമ്മുടെ കണ്ണൂരുള്ള ഒരു സ്വകാര്യ സ്ഥാപനം ഇവിടുന്ന് ഇസ്രായേലിന് പട്ടാളക്കാർക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണ് നിർമ്മിച്ചു പോയിരുന്നതാണ് പറയുന്നത്. അത് നമ്മൾ ആലോചിക്കണം. കണ്ണൂരാണ് അതിൻ്റെ കമ്പനി ഉണ്ടായിരുന്നത്. അത് അപ്പോൾ അവിടുത്തെ കുട്ടികളെ കൊല്ലണ, ഭീകരമായ സ്ത്രീകളെ വധിക്കുന്ന ഒരു പട്ടാളത്തിന് ഇത് കൊടുക്കാൻ. എന്തിനു പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെൻറ് പോലും, കേരള സർക്കാർ പോലും ഇസ്രായേലിനായിട്ട് പല പദ്ധതികളുണ്ട്. അഗ്രികൾച്ചറൽ പദ്ധതി ഉണ്ട്. ഈ അഗ്രികൾച്ചർ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു നുണചരിത്രമാണ്. അവർ വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് വലിയ തെറ്റിദ്ധാരണ പരത്തുന്നത് മുഴുവൻ ഈ പാശ്ചാത്യ മാധ്യമങ്ങളാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിയുമില്ല. ഈ അമേരിക്ക കൊടുത്ത് എന്ന് അമേരിക്ക പിന്തുണ നശിക്കുന്നു, അന്ന് ഒരു നിമിഷം കൊണ്ട് ഇറാൻ അതിനെ ഇല്ലാതാക്കും. ലോകത്ത് ഒരു രാജ്യവും, ഇപ്പോൾ സ്വകാര്യമായ ഒരു വാർത്ത കേട്ടത്, അത് വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലെ പ്രതിനിധിയെ, അത് എന്ത് തരത്തിലുള്ള വാർത്തയാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഹൈ ലെവൽ വ്യാജമായി ഉണ്ടായതെന്നൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായത്, ഇറാന് വേണ്ടി ചർച്ചയ്ക്ക് പോകുന്ന പാകിസ്ഥാൻ പ്രതിനിധിയെ ഇസ്രായേൽ വധിക്കും,
മൊസാദ് വധിക്കും എന്ന ഒരു സംശയം പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഈ സാധനം ഞങ്ങൾ കരിക്കുന്നതാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾ കരിച്ചു കളയുന്നതാണ്. അത്രയ്ക്കേ ഉള്ളൂ ഇത്. അല്ല, പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി. കാരണം ഈ ഇതിനകത്ത് ഒരു കരാറിൽ എത്തിച്ചേരുന്നതിന്റെ കാര്യത്തിൽ മാറുന്നതിന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ വിശ്വഗുരു അദ്ദേഹത്തിനൊന്നും സാധിച്ചില്ല, നോക്കി നിന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ കേരളം ഇസ്രായേലിനായിട്ട് ഒരു അഗ്രികൾച്ചറൽ അഗ്രിമെന്റ് ഉണ്ട്. അതായത് ഈ മികച്ച ഇവിടെ ഡൽഹിയിൽ നിന്ന് അറ്റാഷെ ഇവിടെ പങ്കെടുത്തു എന്ന് ആലോചിക്കണം. ഡൽഹിയിലെ ഇസ്രായേൽ അറ്റാഷെ, അഗ്രികൾച്ചറൽ അറ്റാഷെ ഇവിടെ പങ്കെടുക്കുകയും നെട്ടൂര് വെജിറ്റബിൾ മാർക്കറ്റ് സന്ദർശിക്കുകയും ആലുവ വെജിറ്റബിൾ മാർക്കറ്റ് സന്ദർശിക്കുകയും ചെയ്ത് ബയലാറ്ററൽ റിലേഷൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് പറയണത് പലസ്തീനിലെ ആളുകളെ ആക്രമിക്കുന്നേ, ഇസ്രായേലിനെതിരെ സംസാരിക്കൂ എന്ന് പറയുന്നത്. അത്ര വൈരുദ്ധ്യമാണ്. പക്ഷേ മുൻകാല ഗവൺമെന്റുകൾക്കൊന്നും അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എപ്പോഴും പലസ്തീന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന സമീപനമായിരുന്നു ഇന്ത്യ. നെഹ്റുവിന്റെ കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും എല്ലാം തന്നെ അങ്ങനെ തന്നെ. അത് മാത്രമല്ല, ATS വേണ്ടി, അതായത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ATS വേണ്ടി ടെററിസ്റ്റ് അനലിറ്റിക്കൽ, ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ATS ഉണ്ട്, ആന്റി ടെററിസ്റ്റ് ഈ സെക്യൂരിറ്റി ഫോഴ്സ്, അവർക്ക് വേണ്ടി സോഫ്റ്റ്വെയർ കൊണ്ട് ഇസ്രായേലിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ കൊല്ലാൻ അവിടുത്തെ കവികളെയും സാഹിത്യകാരന്മാരെയൊക്കെ ഡിറ്റക്ട് ചെയ്ത് പിടിച്ച് അകത്തിടാൻ നോക്കുന്ന സോഫ്റ്റ്വെയർ പോലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ ഈ അഗ്രികൾച്ചറിൽ എന്ത് നേട്ടമാണ് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇസ്രായേലിന്റെ മൊത്തം GDP-യിൽ 5% മാത്രമാണ് അഗ്രികൾച്ചർ. അപ്പൊ അവർ എന്ത് അഗ്രികൾച്ചർ സൃഷ്ടിച്ചിട്ടുണ്ട്? 5% അവിടുത്തെ GDP. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു ഇവർക്ക് എന്നുള്ളതാണ്. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ മൊസാദിന് കഴിയുന്നു. എല്ലാവരും ഉപയോഗിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടമാണ് അവര് ലോകത്തുണ്ടാക്കുന്നത്. അത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി മാത്രമാണ്. കാരണം ഈ ഒരു യുദ്ധം അമേരിക്കക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഒരു നമ്മളെ പോലെയുള്ള ഒരു ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം നശിച്ചു പോയി, യുദ്ധത്തിൽ നശിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു തിരിച്ചടി ഈ ഉണ്ടാവുകയും വലതുപക്ഷ ശക്തികൾക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ച കൂടുതൽ സാധ്യത ഉണ്ടാകുന്നതാണ്. അത് ഒഴിവാക്കി കഴിയുകയും ഈ ജിയോ പൊളിറ്റിക്സിനെ ഒന്ന് മാറ്റുന്ന രീതിയിലേക്ക് ഈ യുദ്ധം ഇങ്ങനെയായി തീർന്നതിൽ ഇറാൻ്റെ നിശ്ചയദാർഢ്യം, ഇറാനൊപ്പം നിന്ന പല രാജ്യങ്ങളുടെയും നിശ്ചയദാർഢ്യം ഒക്കെ വലിയ പ്രാധാന്യമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഇറാനെ സഹായിക്കേണ്ടി ചെയ്തത് പരസ്യമായിട്ടില്ലെങ്കിൽ പോലും അവരുടെ സഹായം അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ജനതയുടെ ഐക്യദാർഢ്യം, അവരുടെ ഒരുമിച്ച് ഈ ഭരണകൂടത്തിനൊപ്പം നിൽക്കാനുള്ള അവർ തയ്യാറായത്, ഇതെല്ലാം തന്നെ വലിയ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി. 30,000-ന് മേലെ ആളുകൾ അവിടെ തന്നെ മരിച്ചിട്ടുണ്ട്, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനൊക്കെ അവരുടെ ഭരണാധികാരി ഖാംനെയിനെ വരെ വധിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ നിരവധി ആളുകൾ ഭരണാധികാരികൾ തന്നെ വധിച്ചു കളഞ്ഞിട്ട് പോലും ആ രാജ്യം വിയറ്റ്നാമിന് ശേഷം ഇവർ ഈ രീതിയിൽ തോൽപ്പിച്ചൊരു രാജ്യമായി വന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഒരു കണക്കിനൊരു സന്തോഷകരമായ ഒരു കാര്യമായിട്ട് വിലയിരുത്താമോ? അതിൻ്റെ എപ്പോഴും അതിൻ്റെ ഇരകൾ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. അതെ. അതുകൊണ്ടിപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ പലസ്തീനിലുണ്ടായ ഇസ്രായേൽ അതിക്രമത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ, അമ്മയുടെ മുല കുടിക്കുന്ന കുഞ്ഞിനെ തോക്കിൻ്റെ പാത്തി കൊണ്ട് മാറ്റിയിട്ടിട്ട് ആ മുലയിലേക്ക്, ബ്രസ്റ്റിലേക്ക് വെടിവെച്ചു എന്നുള്ളതാണ്. ഇതാണ് യുദ്ധം. യുദ്ധം തരുന്നൊരു അന്തിമമായ റിസൾട്ട്. കാരണം യുദ്ധം നമ്മളെ ഒരിക്കലും ആഘോഷിക്കാനോ സന്തോഷിക്കാനോ വക തരുന്നില്ല. പക്ഷേ വിജയം, അതായത് എല്ലാം തകരാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് വിജയം അനിവാര്യമായി വരും. ആ വിജയം ഇന്ന് ഇറാൻ നേടിയില്ലായിരുന്നുവെങ്കിൽ ലോക സമൂഹത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കും ലോകത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് കാണുന്ന മനുഷ്യർക്കും സാമ്രാജ്യത്വത്തെ തകർക്കാൻ വേണ്ടി എല്ലാ പ്രതീക്ഷകളോടും നിരന്തരം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. തീർച്ചയായും. കാരണം ഇത്തരത്തിലുള്ള ഒരു പരാജയപ്പെടുത്തൽ ഇറാനെ പോലത്തെ ഒരു രാജ്യത്തിനല്ലാണ്ട് കഴിയില്ല എന്നുള്ളതാണ്. അത് അത്രയും ഇറാൻ നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ പലസ്തീൻ ഇതകം എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. ഇസ്രായേൽ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു കയറി കഴിഞ്ഞിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ ലക്ഷ്യമായിട്ടുള്ള ഒരു ട്രെയിൻ റൂട്ട്, അതായത് ഇതിലെല്ലാം കടന്നുപോയിക്കൊണ്ട് സൗദി അറേബ്യയും എല്ലാം കടന്നുപോയിട്ട് ഒരു ട്രെയിൻ റൂട്ട് എടുത്ത് ഇസ്രായേലിന്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാക്കാൻ
എളുപ്പം കഴിയുമായിരുന്നു ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്. അത് ഇന്ത്യ തന്നെ പരാജയപ്പെടുന്നു, ഭീകരമായി പരാജയപ്പെടുന്നു. ഇപ്പൊ ഇസ്രായേൽ സഹായിക്കും, ഇസ്രായേലിന്റെ മറ്റേ കോട്ടൻ കോട്ട് പിമ്പിങ് ആയി നടന്നും ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഇനിയും നമുക്ക് പ്രതീക്ഷകൾ ഇറാനാണ്. ഒറ്റ വാക്ക് നമുക്ക് പറഞ്ഞാൽ മെദുറോയെ, വെനീസ്വേലയിൽ നിന്ന് മെദുറോയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം മുഴുവൻ എടുത്തു എന്നാണ് പറയുന്നത് ഗാർഡിയൻ ടൈംസ് ഹെഡിങ് എഴുതാൻ. കാരണം അതെന്താണത്? അറസ്റ്റ് ആണെന്ന് അമേരിക്ക പറഞ്ഞത്. അതെങ്ങനെ അറസ്റ്റ് എന്ന് പറയും ഒരാളെ? അങ്ങനെ അവര് സീസ് എന്ന് പറഞ്ഞ് ആ വാക്ക് എഴുതേണ്ടി വന്നു ആ ഹെഡിങ്. അപ്പൊ ആ ഒരു ആധിപത്യത്തിന്റെ ഒരു പ്രഹരം നമ്മൾ ആലോചിക്കണം. ആ പ്രഹരത്തെ, അത്തരം പ്രഹരങ്ങളെയാണ് നിഷ്പ്രഭമാക്കി ഇറാൻ ഇന്നും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു അധമ രാജ്യമാണ്, ടെററിസ്റ്റ് എന്താ പറയുക, ഭീകരത എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, നിഗൂഢ രാജ്യമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് സ്പോർട്സ് മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലെയും പൂർണ്ണമായും അണിനിരത്തിയിട്ടുള്ള ഒരു നോൺ ഇസ്ലാമിക രാഷ്ട്രം കാണിച്ചു തന്ന സന്തോഷമാണ് നമുക്ക്. ഇന്ത്യയിൽ പോലും അത്രയില്ല. അവർക്ക് സ്വന്തം ഫുട്ബോൾ ടീമുണ്ട്, സ്വന്തം ബാറ്റ് ടീമുണ്ട്. അത് അവർ ഉപയോഗിക്കുന്ന വസ്ത്രധാരണവും കോസ്റ്റ്യൂമും അതിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അത് അവിടുത്തെ ആളുകൾ ചെയ്തോളൂ. വേറെ വിഷയമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള മാത്രമല്ല, അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നമ്മളെ പോലുള്ള ആൾക്കാർ പോലും പലപ്പോഴും അവിടുത്തെ സ്ത്രീകളൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലോക സിനിമാ മേഖലയിൽ തന്നെ ഇത്രയും മികച്ച, ഞാൻ വലിയൊരു ഫാനാണ് ഇറാനിയൻ സിനിമ, മജിദ് മജീദി പോലെയുള്ളവരുടെ സിനിമകളുടെ. അപ്പൊ ഇത്രയും ഗംഭീരമായ മർദ്ദിത സമൂഹത്തെക്കുറിച്ച്, പിന്നോക്ക സമൂഹത്തെക്കുറിച്ച്, അടിച്ചമർത്തവനെ കുറിച്ചൊക്കെയുള്ള സിനിമകൾ ചെയ്ത ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഈ അധമ പ്രകടനങ്ങൾ, അധമ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് കൂടി കിട്ടിയ ഒരു പ്രഹരമാണ്. തീർച്ചയായിട്ടും ഇത് അവർക്ക് ഇസ്ലാമോഫോബുകൾക്കാണ് ഇത് കിട്ടിയത്, സാംസ്കാരിക പ്രഹരം കൂടിയാണ്. കാരണം ലോകത്തിന് ഭാഷ, സംസ്കാരം, സാഹിത്യം, വാസ്തു, സിനിമ, തത്വചിന്ത തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇത്രമേൽ സംഭാവന ചെയ്ത ഒരു രാജ്യം അതിൻ്റെ പൈതൃകം നിലനിർത്തിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ഇസ്ലാമോഫോബുകൾക്കും, അതായത് ടെററിസം കയറ്റി അയക്കുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും കൊടുത്തൊരു പ്രഹരവും വിജയമാണ്. അർത്ഥത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ വിരാമം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആ അർത്ഥത്തിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് അന്തിമമായ ഒരു കരാറിലേക്ക് വരുന്നത് ഏതാണ്ട് 60 ദിവസം 2 മാസമാണ് പറഞ്ഞേക്കണത്. ആ സമയത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യങ്ങളല്ലേ അമേരിക്കയും ഇസ്രായേലും. എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമെന്ന്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആശങ്കകളുണ്ട്. എങ്കിൽ പോലും അത് നല്ല ഒരു യുദ്ധവിരാമത്തിലേക്കും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളുടെയും വലിയ അവരത് പരാജയം അന്തിമമായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാമെന്നിരുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു.